നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ആദ്യമായി ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന തീവണ്ടി അരികാനിലെ ജിൻഡിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. ഫ്ലാഗ് ഓഫ് കാണിച്ചു. നല്ലത് തന്നെ. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യജീവൻ വാങ്ചോക്ക് ലക്ഷക്കണക്കിന് കുട്ടികളെ ബാധിക്കുന്ന പരീക്ഷാ ക്രമക്കേട് പരിഹാരമല്ലെങ്കിൽ പോലും ഒരു ചെറിയ ഉപാധി നിലയിൽ ആ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരാഹാരം ഇരിക്കുകയാണ്. ദിവസങ്ങൾ കുറേയായി, ജീവൻ അപകടത്തിലാണ്. അതിനെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രിക്ക് സംസാരിക്കാനോ ശ്രദ്ധിക്കാനോ സമയമില്ല. അതുകൊണ്ട് മാന്യനായ ബഹുമാന്യനായ വാങ്ചോ, നിങ്ങൾ ജനാധിപത്യത്തിൻ്റെ ലാഞ്ചന പോലുമില്ലാത്ത ഒരു ഭരണകൂടത്തിന് മുൻപിൽ നിങ്ങൾ നിരാഹാരം ഇരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ശശി തരൂർ MP പറഞ്ഞ പോലെ നിങ്ങൾ അത് അവസാനിപ്പിച്ച് അനീതിക്കെതിരെ പൊരുന്ന കാര്യത്തിൽ ജീവൻ നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഇന്നത്തെ പരിപാടി തുടങ്ങുകയാണ്. വഖഫ് ബോർഡിനെ കുറിച്ചും അതിൽ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് നടത്തിയ കേസും ഹൈക്കോടതി തൽക്കാലം അവർക്ക് അനുകൂലമായിട്ട് വിധിക്കുകയും 2 അമുസ്ലിം മെമ്പർമാർ ഇല്ലാത്ത പേരിൽ ആ നിലവിലുള്ള വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി പാസ്സാക്കി. നമ്മുടെ സതീശൻ ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ സംഖ്യയായിട്ടുള്ള ആൾ അതിന് ഷോണിന് വേണ്ടി അനുകൂലമായി നിൽക്കുകയും ചെയ്തു. സുപ്രീം കോടതിയിൽ UDFും മുസ്ലിം ലീഗും അമുസ്ലിം ആതിഥ്യം വേണ്ടെന്ന് പറയുകയും ഹൈക്കോടതിയിൽ വേണമെന്ന് വാദിക്കുകയും ചെയ്യുന്ന ആ രീതി ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. പിണറായി സഖാവ് സംഘപരിവാറിന് വേണ്ടി കുഴലുന്നു, അവർക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറഞ്ഞ് സമരം ചെയ്ത കുത്തിത്തിരിപ്പുണ്ടാക്കി രാഷ്ട്രീയത്തിൽ CPMനെ തോൽപ്പിച്ച് കോൺഗ്രസ് അധികാരത്തിൽ കയറിയിട്ട് ഇപ്പം സതീഷൻജി സംഘപരിവാറിന് വേണ്ടി വാദിക്കുമ്പോൾ സ്വന്തം സംഘടനയെ KSUവിൻ്റെ നേതാവിനെ കാണാൻ പോലും അദ്ദേഹത്തിന് സമയം അനുവദിക്കുന്നില്ലെങ്കിൽ, സമയമില്ലെങ്കിൽ എന്താണ് സതീഷൻജി ഈ കാണുന്നതും കേൾക്കുന്നത്? ബാബരി മസ്ജിദ് തകർത്തപ്പോൾ നിൽക്കക്കളിയില്ലാതെ ഇടപെടേണ്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇടപെടാതിരിക്കുമ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ രാഷ്ട്രപതി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് മിസ്റ്റർ റാവു ഞാൻ ഈ കാണുന്നത് എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഞാൻ വീണ്ടും സതീശൻ ചോദിച്ചാണ്, എന്താണ് സതീശൻജി നമ്മൾ ഈ കാണുന്നത്? അതിന് ഇങ്ങനെയൊന്നും നല്ല പരിഹാരം കാണേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ പ്രധാന വിഷയത്തിൽ കിടക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ എല്ലാം ധാരണ അമേരിക്കൻ പ്രസിഡൻ്റാണ് ലോകത്ത് നിയന്ത്രിക്കുന്നതും ലോക പോലീസ് എന്നും എന്നൊക്കെയാണ്. അതങ്ങനെയല്ലെന്ന് ഞാൻ ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ഒന്ന്, അമേരിക്കൻ പ്രസിഡന്റിനെ പോലും നയിക്കുന്ന 3 ശക്തികളാണ് ലോകത്ത്. അതിൽ പ്രധാനം ഇന്നും ആയുധ ലോബി തന്നെ.
മറ്റൊന്ന് ലഹരി മാഫിയ, മൂന്നാമത് അവയവദാന മാഫിയ. അത് ഈ അടുത്ത കാലത്ത് വന്നാണ്. ഇന്നും അതിൽ പ്രധാന ആയുധ ലോബി തന്നെയാണ്. ഈ ആയുധങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നതിനെ സംബന്ധിച്ച് ലോകത്ത് യുദ്ധം ഉണ്ടാക്കണം, എങ്കിലും ആയുധം ചിലവാക്കാൻ പറ്റുള്ളൂ. ശവപ്പെട്ടി വിൽക്കുന്നവന് ശവമാണ് വേണ്ടതെന്ന് പറഞ്ഞ പോലെ ക്ലിൻ്റൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ആദ്യത്തെ 1-2 വർഷം യുദ്ധം ഉണ്ടായില്ല. അങ്ങനെ വന്നപ്പോൾ യുദ്ധ ലോബിക്ക് അത് ക്ഷീണം ചെയ്യുന്നതുകൊണ്ട് അവർ പമീല കേസ് എടുത്തിട്ട്, അപ്പോൾ പമീല കേസ് പരിഹരിക്കണമെങ്കിൽ ക്ലിൻ്റനെ ഇതിൽ നിന്നും മാറ്റണമെങ്കിൽ യുദ്ധം തുടങ്ങണം. അങ്ങനെയാണ് സുഡാനിലേക്ക് കുറച്ച് ബോംബിട്ട് അങ്ങനെ യുദ്ധം തുടങ്ങി. ആ പമീല കേസൊക്കെ മാറി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആയുധ ലോബിയെ സംബന്ധിച്ച് അവർ ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ആയുധങ്ങൾ കാലഹരണപ്പെടുമ്പോൾ അത് പൊട്ടിച്ച് കളയണം. അത് അവൻ്റെ സ്വന്തം നാട്ടിൽ പൊട്ടിച്ച് കളയാൻ പറ്റില്ല, അത് നഷ്ടമല്ലേ. അപ്പോൾ അന്യ നാട്ടിൽ വേണം അത് പൊട്ടിച്ച് കളയാൻ. അങ്ങനെയാണ് അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾക്ക് പോലുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അവിടെ വെച്ച് പൊട്ടിച്ച് കളയുന്നത്. അത് 2 നേട്ടമാണ്. ഒന്ന്, അവൻ്റെ കാലഹരണപ്പെട്ട ആയുധങ്ങൾ സ്വന്തം ചെലവിലല്ല മറ്റുള്ള ചെലവിൽ പൊട്ടിച്ച് കളയും ചെയ്യാം. അവൻ പുതിയതായിട്ട് കണ്ടുപിടിച്ച ആയുധങ്ങൾ പരീക്ഷിക്കണമല്ലോ. പണ്ട് എലികളിലും മുയലുകളിലും പരീക്ഷ നടത്തിക്കൊണ്ടിരുന്ന ഇത് ഇന്നിപ്പോൾ ഓൺലൈനിൽ വന്നിട്ട് നേരിട്ട് ദരിദ്ര രാജ്യങ്ങളിലെ മനുഷ്യ രോഗികളോട് നേരിട്ട് പ്രയോഗിച്ചവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അതിൻ്റെ പരീക്ഷ നടത്താനും പറ്റും. 2 കാര്യമാണ്. ഒന്ന്, നിലവിൽ കാലഹരണപ്പെട്ടാൻ പോകുന്ന ആയുധങ്ങൾ മറ്റുള്ളവരുടെ ചെലവിൽ നശിപ്പിച്ചു കളയുകയും, മറ്റൊന്ന്, അവർ കണ്ടുപിടിച്ച ആയുധങ്ങൾ എവിടെയെങ്കിലും പരീക്ഷ നടത്തണ്ടേ. അപ്പോൾ സോവിയറ്റ് റഷ്യക്ക് ശേഷം ശീതയുദ്ധകാലത്ത് സോവിയറ്റ് റഷ്യക്ക് വേണ്ടി കണ്ടുപിടിച്ച ആയുധങ്ങൾ പലതും, അതാണ് 8-10 അടി ഉയരത്തെ കട്ടിയുള്ള ബോംബർ വിമാനം. അതിൻ്റെ ആ ബേസ്മെൻറ്റ് അല്ലെങ്കിൽ തട്ട് തകർക്കാൻ പറ്റിയ ബോംബ് കണ്ടുപിടിച്ച പരീക്ഷ നടത്തിയൊക്കെ ഇന്നിപ്പോൾ സോവിയറ്റ് റഷ്യ ഇല്ലല്ലോ, ഇന്ന് റഷ്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ വന്നപ്പോൾ ആയുധങ്ങൾ നശിപ്പിക്കണം, പൊട്ടിച്ച് കളയണം, പൊട്ടിച്ച് പരീക്ഷ നടത്തണം. അങ്ങനെയാണ് അവർ ഇറാഖിലെടുത്തത്, പിന്നെ സിറിയയിലെടുത്ത്, പിന്നെ അഫ്ഗാനിസ്ഥാനത്ത്, അതിനു മുമ്പ് പിന്നെ വിയറ്റ്നാമിലെടുത്ത്. ഇപ്പോൾ ആയുധ ലോബി കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഇറാനാണ്. ഇറാനിൽ ഈ ആയുധങ്ങളെല്ലാം പരീക്ഷണം നടത്തി പൊട്ടിച്ച് പൊട്ടിച്ച് കളഞ്ഞ് പുതിയത് പൊട്ടിച്ച് കണ്ടുപിടിച്ച് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കി. അപ്പോൾ കമ്പ്യൂട്ടറിൽ കിട്ടാണല്ലോ. അതിന് ഉപോത്ബലകമായിട്ട് അമേരിക്ക കിട്ടുന്ന നേട്ടം എന്ന് വെച്ചാൽ, ഏതാണ്ട് ഡസൻ കണക്ക് വരുന്ന ഗൾഫ് രാജ്യങ്ങളെ അമേരിക്ക സംരക്ഷിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ ആയുധ സന്നാഹവും അവരുടെ യൂണിറ്റും ഈ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തതിനു വേണ്ടി കോടാനുകോടി രൂപ, മില്യനുണ്ട്, ബില്യനുണ്ട്. 1 മില്യൺ 10 ലക്ഷമാണെങ്കിൽ 1 ബില്യൺ 100 കോടിയാണ്. അങ്ങനെ ആയിരക്കണക്കിന് ബില്യൺ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ബില്യൺ പണമാണ് അമേരിക്ക അതിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് ഈ ആയുധങ്ങളുടെ ചിലവാൽ ഒരു നഷ്ടമില്ല. അതിനേക്കാൾ 10 ഇരട്ടി 100 ഇരട്ടി ഫീസ് ഈ ഗൾഫ് രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്ക നഷ്ടമെന്ന് പറയാൻ പറ്റില്ല. തന്നെയുമല്ല, ഇറാനും അമേരിക്കയും ഇസ്രായേൽ കൂടി ചേർന്നിട്ട് അവർ ആയുധ പരീക്ഷ നടത്തുന്നതിനും കാലഹരണപ്പെട്ട് നശിപ്പിക്കാനും വേണ്ടി ഒരു ഒത്തുകളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ ഗൾഫ് രാജ്യങ്ങളെ തകർക്കുക. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദുബായ് പോലെയുള്ള രാജ്യങ്ങൾ ലോകത്ത് പല മേഖലകളിലും നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് അമേരിക്ക സഹിക്കാൻ പറ്റില്ല.
അപ്പോൾ അവർ തകർക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. ഒരു പരിധി വരും അത് നേരിട്ടും ഇറാൻ കുയ്യം ചെയ്യാം. കാരണം ഇറാൻ ഷിഹാക്കളും മറ്റ് സുന്നികളാണല്ലോ. അപ്പോൾ ഷിഹാക്കൾക്ക് മേൽനോട്ടമുണ്ടാവും എന്ന് വിചാരിച്ച് ഇവിടെ ഷിയ സുന്നി ഒന്നും പ്രശ്നം വരുത്താൻ പാടില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ച് അത് അനുചിതമാണ്. കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 45 ശേഷം 75 വർഷമായി, 3/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ ഗൾഫ് രാജ്യങ്ങൾ ഒരു കളിത്തവ് പോലും ഉണ്ടാക്കിയിട്ടില്ല. അതേ സ്ഥാനത്താണ് ഷിഹാക്കളാണെങ്കിൽ കൂടി ഇറാന് ആയുധങ്ങളുണ്ടാക്കി അമേരിക്കയോർക്ക് മുൻപിലും ഇസ്രായേലിന് മുൻപിലും മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ ചേർന്ന് നടത്തി യുദ്ധത്തിന് പേരെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് നമ്മൾ അംഗീകരിച്ചേ തീരൂ. അവിടെ സിന്നീശ്വരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും അമേരിക്ക കളിക്കുന്ന മണ്ടത്തരമാണെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. അമേരിക്ക നശിപ്പിച്ച് കംപ്ലീറ്റ് എല്ലാം ഉപകരണങ്ങളും നശിപ്പിച്ചു ഇറാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നുമല്ല. അവരെ സംബന്ധിച്ച് അതൊന്നും നാശമല്ല. അവർക്ക് 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടി ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ്സാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? പതിനായിരക്കണക്കിന് ജനങ്ങളെ ഒന്ന് തള്ളി അവൻ്റെ ആധിപത്യം നിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ദേശവ്യാപകമായിട്ട് അന്തർദേശ തലത്തിൽ തന്നെ മനുഷ്യൻ ഭക്ഷണവും വസ്ത്രവും മരുന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട് നരയിക്കുന്നു. ഈ കൊറോണയുടെ പേരും പറഞ്ഞ് ഇസ്രായേലും ചൈനയും ചേർന്ന് ബിൽ ഗേറ്റ്സ് പോലെ വലിയ കമ്പനി ചേർന്ന് ഉണ്ടാക്കിയ ആ വാക്സിനേഷൻ, അതിൻ്റെ സൈഡ് എഫക്റ്റ് പല സ്ഥലങ്ങളും മനുഷ്യരില്ല, കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ കുറച്ച് ഈ അടുത്ത കാലത്ത് പല കാര്യങ്ങൾക്കായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ വലിയ തിരക്കില്ല. ഇപ്പോൾ അത് 2-3 കാര്യങ്ങളാണ്. ഒന്ന് പ്രൈവറ്റ് ആശുപത്രി വർദ്ധിക്കുന്നു, മറ്റത് രോഗികളില്ല. എനിക്കിപ്പോൾ ഞാൻ 40 വയസ്സിൽ താഴെയുള്ളവർ ഒരു 6-7 പേരെങ്കിലും മരിച്ചായിട്ട് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. പണ്ടൊക്കെ ആഴ്ചയിൽ ഒരു മെസ്സേജ് വരുന്നത്. ഇന്നിപ്പോൾ മരിച്ചവർ വരുന്നത് ദിവസം 6-7 ആൾക്കാരില്ല. അതിന് വിദഗ്ധന്മാർ പറയുന്നത് 3ാമത്തെ കൊറോണ വാക്സിനേഷൻ എടുത്തത് അപകടമാണ്. അപ്പോൾ രക്തം കട്ടയാക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നല്ല എക്സസൈസ് ചെയ്യോ അല്ലെങ്കിൽ രക്തം കട്ടയാക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷനിൽ ഗുളിയോ കഴിക്കണമെന്ന് പറയണം. നമ്മുടെ ഗവൺമെൻറ് മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ ഗവൺമെൻറ് മുൻപിൽ അന്ന് പിണറായി സഖമാണ് ഞങ്ങൾ നിർദ്ദേശം വെച്ച് ഈ പെടുമരണം, ദുർമരണമുണ്ട്, അപകടമരണമുണ്ട്, അതല്ല പെടുമരണമാണ്, പെട്ടെന്ന് അറ്റാക്ക് പോലെ മരിക്കുക. അതേക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി എന്താണ് കാരണമെന്ന് പരിഹരിക്കാൻ പറ്റിയെങ്കിലും കാരണങ്ങൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ മുല്ലപ്പെരിയാർ ഇഷ്യൂ നടത്താതിരിക്കാൻ പറ്റില്ല. പക്ഷെ നടന്നു കഴിഞ്ഞാൽ വല്ല എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്നും നടന്നാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു വിദേശ ശക്തിയിൽ കൊണ്ട് അന്വേഷണ സംഘത്തെ കൊണ്ടുവന്ന് ഒരു അന്വേഷണ റിപ്പോർട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ പാടില്ലേ? അതുപോലെ ചെയ്യുന്നില്ല. അതുപോലെയാണ് ഈ പെടുമരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പാടില്ലേ? അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് വലിയ പ്രചാരണം നടത്തി. ആരും വേണ്ടുന്നില്ല. അടിസ്ഥാനത്ത് ഇപ്പോൾ ഇന്നത്തെ ലേറ്റസ്റ്റ് വാർത്തകൾ കാട്ടുകയാണെന്ന് പഞ്ചസാര 1968 പഞ്ചസാര കഴിക്കുന്നത് വളരെ ദൂഷ്യമാണെന്ന് ഒരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിനെതിരെ അമേരിക്കൻ ലോബിയും പഞ്ചസാര ലോബിയും കൂടി പഞ്ചസാര കുഴപ്പമില്ല എന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കോടികൾ വാങ്ങിച്ചു. അങ്ങനെയാണ് മുഖ്യ ഘടകം പഞ്ചസാരയാണെന്ന് പറഞ്ഞത് അപകടമാണ്. ആരും മിണ്ടുന്നുണ്ടോ? ഇപ്പോൾ വേറൊരു വിവരം പറഞ്ഞത് അമേരിക്ക എല്ലാ അസുഖങ്ങൾക്കും പറ്റും മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ആ മരുന്ന് പുറത്തിറക്കിയാൽ കോടാനുകോടി രൂപയാണ് ഈ ആയുധ ലോബിക്ക് പണം മുടക്കുന്ന പോലെ മരുന്ന് ലോബിയും 1000 കോടികൾ മുടക്കി കമ്പനി തുടങ്ങി അതൊക്കെ പൂട്ടിപ്പോവില്ലേ?
അത് ഏതുപോലെ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മൾ ട്രാൻസ്ഫോർമറെല്ലാം 240 kV-യിലാണ്. വാസു 220 110 kV-യിൽ നമ്മൾ ലൈറ്റ് കത്തും. കപ്പലിൽ എന്താണ് 110 kV ഉള്ളൂ. അത് തൊട്ടുകഴിഞ്ഞാൽ ആൾ ചാവൂല, ഒന്ന് എർത്തടിക്കുള്ളൂ. ഇത് കണ്ടുപിടിച്ച ചത്തുപോകല്ലേ. അത് വേണമെങ്കിൽ 10,000 ട്രാൻസ്ഫോർമർ മാറ്റണം. അത് ആരും കൂടി സാധിക്കും. അതുകൊണ്ട് തന്നെ ചത്താൽ വേണ്ട, അങ്ങനെ കണ്ടിന്യൂ ഇല്ലേ. ഡോക്ടർ എഴുതി റിപ്പീറ്റ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു പോലെ ഇത്തരം കൊടുക്കാൻ പറഞ്ഞ് റിപ്പീറ്റ് ഓർഡർ ഇട്ട പോലെ ഇതെല്ലാം അങ്ങനെ കണ്ടിന്യൂഷനായിട്ട് പോവാണ്. അതിൻ്റെ പേരിൽ എത്ര ആൾക്കാർ മരിക്കുന്നത്, എന്തെല്ലാം അപകടം ഉണ്ടാകും. അപ്പോൾ എല്ലാത്തിനും ഒരു മരുന്ന് കണ്ടുപിടിച്ചതാണ്. പക്ഷെ അത് ഇറക്കുകയിൽ ഈ കോടാനുകോടി രൂപ മുടിയ കമ്പനികൾ പൂട്ടിപ്പോവില്ലേ. അതുകൊണ്ട് അവർ വർക്ക് ചെയ്തിട്ട് അങ്ങനെയുള്ള എല്ലാ പരിഷ്കാരങ്ങളെയും ഇപ്പം വെള്ളം ഉപയോഗിച്ച് 2ാം ലോക മഹായുദ്ധത്തിന് മുൻപ് ജപ്പാൻ വെള്ളം ഉപയോഗിച്ച് കാർ ഓടിക്കാൻ കണ്ടുപിടിച്ചു. 2 സ്പ്രിങ് ഉപയോഗിച്ചു. നമ്മൾ ഈ വാച്ച് വർക്ക് ചെയ്യില്ലേ, സ്പ്രിങ് കീ കൊടുക്കുക വാച്ച് പണ്ടുള്ളൂ, ഇപ്പം അതില്ലല്ലോ. അതുപോലെ സ്പ്രിങ് ആക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടുപിടിച്ചവരൊന്നും ലോകത്തിൽ കാണുന്നില്ലെന്നാണ് അവർക്ക് കാണുന്നില്ല. കാരണം അതൊക്കെ ഒതുങ്ങിയാൽ കോടാനുകോടി രൂപയുടെ വാഹന വ്യവസായമല്ലേ ലോകത്തുള്ളൂ. അവർക്ക് ക്ഷീണം പറ്റൂലേ. അപ്പോൾ അവരുടെ ആധിപത്യം നിലനിർത്താനും അവരുടെ മേധാവ് നിലനിർത്താൻ വേണ്ടിയാണ് ഈ അന്യായമായ നിയമങ്ങൾ ഉണ്ടാക്കിയത്, അന്യായ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ് ലോകത്ത് നടക്കുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ചോദിക്കാനോ ആരെങ്കിലും മനുഷ്യ സ്നേഹി ഉണ്ടോ ലോകത്ത്? ഇന്ത്യയിലുണ്ടോ? ഇപ്പം എന്താണ് ലക്ഷക്കണക്കിന് കുട്ടികളുടെ പരീക്ഷാഫലം തടഞ്ഞ് കൃത്യമായിട്ട് കുഴപ്പമുണ്ടാക്കി അതിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അതിന് ഉത്തരവാദിയായ മന്ത്രിയെ രാജിവയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാങ് ചു നിരാകരിക്കുന്നത്. നമ്മുടെ ഗവൺമെൻറ് ഒരു ചിന്തയുണ്ടോ? മിണ്ടുന്നുണ്ടോ? അത്ര അനീതിയല്ല നടക്കുന്നത്. അന്ധമായ വിശ്വാസവും അനീതി. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, സംഘപരിവാറിൻ്റെ രീതി വെച്ച് നോക്കുമ്പോൾ എന്തുമാത്രം അശാസ്ത്രീയമാണ് അവരുടെ തീരുമാനങ്ങൾ. ഒരൊറ്റ സംഭവം പറയാം. ഇന്ന് ഞാൻ ഈ പരിപാടി തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഒരു ചാനൽ കണ്ടാണ്, മലപ്പുറം ജില്ല വിഭജിക്കാൻ പാടില്ല, അത് കൊച്ചു പാകിസ്ഥാനാവും. ഇവിടെ ജനങ്ങളുടെ ആധിപത്യം കൂടുതലുണ്ട്. ഭരണ സൗകര്യത്തിന് വേണ്ടി ഒരു ജില്ലയെ 2ആക്കിയതുകൊണ്ട് അവിടെ എന്ത് വർഗീയത വരുന്നത്, എന്ത് തീവ്രവാദം വരുന്നത്, എന്ത് ജിഹാദിയ വരുന്നത്? അത് പാടില്ല എന്ന് പറയുമ്പോൾ ആരും ചോദിക്കാണ്. അതിന് പരിഹാരം എന്താ വെച്ചാൽ ലഡാക്ക് ചെയ്തതുപോലെ കേന്ദ്രഭരണ പ്രദേശമാക്കാന്നുള്ള. എന്തൊരു തീവെട്ടുകൾ നടക്കുന്നത്? ഇത് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു മലപ്പുറം ജില്ല ഭരണ സൗകര്യത്തിന് വേണ്ടി ഈ ഭരണ സൗകര്യത്തിന് വേണ്ടി താലൂക്ക്, ജില്ല, സ്റ്റേറ്റ് അങ്ങനെയൊക്കെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയത് അതിങ്ങനെ തുടർന്ന് പോവാണ്. അപ്പോൾ ഭരണ സൗകര്യത്തിന് വേണ്ടി ജില്ല 2ആക്കിയാൽ അവിടെ എന്ത് ജിഹാദി ഉണ്ടാവും, എന്ത് കൂടുതൽ ജനങ്ങളുണ്ടാവും തന്നെ. അതുപോലും പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ അവർ രാജ്യദ്രോഹികളാന്ന് പറഞ്ഞത്. എന്ത് പറയാ സതീശൻജി? ഈ പരിവാറിൻ്റെ ഇതുപോലുള്ള വൃത്തികെട്ട് ഇത് പറയുമ്പോൾ മുഖ്യമന്ത്രി ആണെങ്കിൽ അങ്ങയുടെ വായ അടഞ്ഞു പോയോ? അങ്ങക്ക് പറയാൻ പാടില്ലേ? ഈ ഒരു ജില്ല വിഭജിച്ചുകൊണ്ട് അവിടെ എന്ത് വർഗീയത ഉണ്ടാകുന്നു, എന്ത് ജാതീയത ഉണ്ടാകുന്നു, എന്ത് ജിഹാദിയത്വം ഉണ്ടാകുന്നു, എന്ത് മുസ്ലിം വർദ്ധിക്കുന്നു? അത് ഒന്നിലധികം വിവാഹം കഴിച്ച ജനസംഖ്യ വർദ്ധിക്കുന്നു എന്ന് പറയുന്ന വിഡ്ഢി കോപങ്ങളോട് പണ്ട് ചോദിച്ചൊരു മഹാൻ ചോദിച്ചു, എടോ വിഡ്ഢികളെ, ഒരുത്തൻ 2ാമത് വിവാഹം കഴിച്ചാൽ എങ്ങനെ സന്താനം കൂടുന്നത്? ആ സ്ത്രീയെ വേറൊരുത്തും കഴിക്കില്ലേ? അപ്പോഴും മക്കളുണ്ടാവൂലേ? അത് മനസ്സിലായതുപോലെ ജില്ല വിഭജിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കാൻ ഈ സതീഷിനെ പോലുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ വായ അടഞ്ഞു പോയോ?
ആവശ്യമുള്ള ഇല്ലാത്തതൊക്കെ തുറന്ന് സംസാരിക്കുന്ന ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന സതീശൻ ജി, നിങ്ങൾക്ക് ഒരു പറഞ്ഞുകൂടെ? ഏടോ വീട്ടികളെ അല്ലെങ്കിൽ സംഘപരിവാർ ഒരു ജില്ല വിഭജിച്ചുകൊണ്ട് അവിടെ എന്താണ് കൂടുതലുണ്ടാകുന്ന നഷ്ടം വരുന്നത് ചോദിച്ചൂടെ? നിങ്ങൾക്ക് ഉദ്ദേശശുദ്ധിയെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആരെങ്കിലും സംശയിച്ച കുറ്റം പറയാനില്ല. അതാണ് സംഗതി. പിണറായി വിജയൻ ജി ഇപ്പൊ നല്ലവനായി വരുന്നുണ്ട്. പക്ഷെ അങ്ങ് കാണിച്ച മണ്ടത്തിന്റെ പേരിലാണ് കോൺഗ്രസ് വേണം വന്നത്. ഇനിയെങ്കിലും മാറി ഇന്ന് ഇളം തലമുറയെ ചാതി ഏൽപ്പിച്ചില്ലെങ്കിൽ അത് അപകടമാണെന്ന് പറഞ്ഞിട്ട് മാറാനുള്ള സാധ്യത കാണുന്നില്ല. ഇപ്പൊ വന്നത് എന്താണ്? ഒരു കടവ് അവിടെ ഒരാള് കടത്ത് നടത്തി കൊടുക്കാറ്. അയാൾ മുട്ടിന് വെള്ളമാകുമ്പോഴേക്ക് വേഗം കൈ തടക്കാൻ വേണ്ടി ജനങ്ങൾ ഇറക്കി വിടും. അപ്പോൾ അവരെല്ലാം ഇയാളെ ശപിച്ചു നാശം അല്ല ഒരു മുട്ടി വെള്ളം. അതിന് അച്ഛൻ മരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു, അദ്ദേഹം മകൻ തുടങ്ങിയപ്പോൾ മകൻ്റെ മുട്ടോളം വെള്ളം, അച്ഛന് മുട്ടോളം വെള്ളത്തെ ഇറക്കി വിട്ടെങ്കിൽ മകൻ അരക്ക് വെള്ളത്തെ ഇറക്കി വിട്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, എടാ ദുഷ്ട, നിന്നേക്കാൾ നല്ല നിന്റെ അച്ഛനായിരുന്നു എന്ന് പറഞ്ഞല്ലേ. ഇതിപ്പോ എല്ലാത്തിനും പരിഹാരം കാണാൻ വന്ന കോൺഗ്രസ് സതീശൻ ജി പിണറായിയേക്കാൾ മോശമായിട്ട് വരുന്നത്. മുസ്ലിം ലീഗ് ഒന്നും പറയാല്ല. അപ്പോൾ അവരെ കുറിച്ച് എന്തിനാ പറയുക? ഇന്നലെ ഞാൻ പറഞ്ഞാണ്, എന്തിനാ പറയുക? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. സതീശൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുക അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ കരിക്കാട്ടി കളഞ്ഞു. കരിക്കാട്ടി എണ്ണ കിട്ടൂല, കൊപ്ര കാട്ടിയാലേ എണ്ണ കിട്ടുള്ളൂ. അതുപോലെ മുസ്ലിം ലീഗ് എന്ന സമുദായ പാർട്ടിയെ, ജാതി പാർട്ടിയെ, പിന്നെ സതീഷ് എന്ന കോൺഗ്രസ് നേതാവ്, സംഘപരിഭാവിയ കോൺഗ്രസ് നേതാവ് ഒതുക്കി കളഞ്ഞു. അവർക്കതിൽ രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗമുള്ളൂ. ഇന്നലെ വീണ്ടും പറയാണ്, എന്നെ ഈ സംഭാഷകർ എത്ര ആൾക്കാരാണ് പുതിയതായിട്ട് വന്നുകൊണ്ട് ഇത് പറഞ്ഞാൽ ഞാൻ തെളിവ് കാണിച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ ശരിയാണല്ലോ. മുസ്ലിം എന്ന ജാതി പേര് മാറ്റി ഒന്ന് മുന്നോട്ട് പോയാലും ഇനി രക്ഷയില്ല മുസ്ലിം ലീഗിന്. അത് തന്നെയല്ല, ഈ അറബിയിൽ ഴ എന്ന അക്ഷരമില്ല. അതാണ് നായി കോയി കായ കോയി എന്നൊക്കെ പറഞ്ഞ് ഒരു കളിയാക്കണം മുസ്ലിങ്ങളെ പണ്ട്. അതിങ്ങനെ അറബി തന്നെ, അറബി പണ്ട് പാട്ടറബി എന്ന് പറയും. മലയാളം അറബിയിൽ കാണിക്കുക, അതിന് കോലറബി എന്നൊക്കെ പേരാണ്. അതിൽ ഴ എന്ന അക്ഷരമല്ല. അതാണ് മലബാറുകാർ പ്രത്യേകിച്ച് നായി കോയി എന്ന് പറഞ്ഞ് കളിക്കുക. കുറ്റപ്പെടുത്തല്ല അതിനെ. അങ്ങനെയൊക്കെ സംഭവിക്കാം, അതൊരു രീതിയാണ്. പക്ഷെ അല്ലാതെ മൊത്തത്തിൽ കാര്യങ്ങൾ കിടപ്പ് വളരെ മോശമായിട്ടാണ് ലീഗിൻ്റെ മന്ത്രിമാരൊക്കെ പറയുന്നതും കാണിക്കുന്നതും. ഇപ്പോൾ ഓൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിൽ മാത്രമല്ല, ഇവിടെ നയനാർ സംസാരിക്കുന്നത് ഓൻ്റെ ഭാഷയാണ്. മലബാർ തലശ്ശേരി എന്ന് കഴിഞ്ഞാൽ ഓൻ്റെ ഭാഷ സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ സിനിമാ നടന്മാരും സിനിമ പ്രവർത്തകരെല്ലാം ഓൻ്റെ ഭാഷ മുസ്ലിങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ. സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ ഇന്ത്യയിൽ തന്നെ സ്ഥാപക പ്രസിഡന്റ് എന്ന ആദ്യത്തെ പ്രസിഡന്റ് മൊയ്തീൻ ഷാ ഗ്രൂപ്പും അതിൽ വായിച്ചപ്പോൾ ചില ചോദിച്ചു, നിങ്ങൾ തന്നെ സിനിമയ്ക്ക് വേണ്ടി വായിക്കും. നമ്മൾ സിനിമയ്ക്ക് വേണ്ടി വായിക്കും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ വായിച്ച ശേഷം ആ ധ്രുവം പോലെയുള്ള സിനിമ ഇപ്പോൾ ഇറങ്ങുന്നില്ലല്ലോ. 10-15 വർഷം മുമ്പ് ധ്രുവം പോലെയുള്ള സിനിമ തികച്ചും, അതായത് വിരുദ്ധരെല്ലാം മോശക്കാരെല്ലാം ഒരു മുസ്ലിം സമുദായം, നല്ലവനെല്ലാം ഹിന്ദു സമുദായം. ഞങ്ങൾ പറഞ്ഞു അത് വേണ്ട, നിങ്ങൾ നല്ലവനും ചീത്തവനും ഒരു സമുദായം, ക്രിസ്ത്യാനിയായിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ, നോ പ്രോബ്ലം. പക്ഷെ അത് നല്ലവനും ചീത്തയും ഒരു സമുദായം കാണിക്കും. ഇത് നല്ലവനെല്ലാം ഹിന്ദുവും ചീത്തയെല്ലാം മുസ്ലിം കാണുന്ന ആ അഭ്യാസം കാണിക്കണ്ട. തിയേറ്റർ കത്തിക്കും എന്ന് പറഞ്ഞു അങ്ങനെ വൃത്തി കാണിച്ച. അന്നേക്ക് ധ്രുവ സിനിമ ഷേണായിൽ ഓടിയപ്പോൾ കത്തിക്കാരൻ ഞാൻ തീവ്രവാദ മുസ്ലിം സംഘടന വന്നാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇടപെട്ടെന്ന് തിയേറ്റർ ഉസ്താദിക്കണ്ട്, പിന്നെ ഇതാണ് നമ്മുടെ ജസ്റ്റിസ് പി കെ ഷംസുൽ സാറൊക്കെ ഉണ്ട്, അങ്ങോട്ട് ഇടപെട്ട് അത് ശാന്തമായി കളഞ്ഞാണ്. ഇപ്പോൾ അങ്ങനെ വരുന്ന ഇറങ്ങുന്നില്ലല്ലോ. ആ ഒരു കാലഘട്ടത്തിൽ സിനിമയെല്ലാം എടുത്ത ഒരു സിനിമയിൽ അയാൾ മരിച്ചുപോയി. പാലക്കാട്ട് തന്നെ പറ്റോ അയാൾ വേണം. ഞാനും അങ്ങോട്ട് കയറുന്നില്ല, കയറി അത് അശുദ്ധമാക്കണ്ട. ഏതൊരു മേത്തലകളെ മുസ്ലിം കഥാപാത്രമാണ്. അപ്പോൾ മുസ്ലിം കഥാപാത്രം അവിടെ കയറി കഴിഞ്ഞാൽ അത് അഴുത്തായി പോകുന്നു പറയുന്നുണ്ടില്ലേ. അതൊന്നും ഇപ്പം കുറച്ച് കുറവുണ്ടല്ലോ. എന്താ ഞങ്ങൾ പറഞ്ഞു, വളരെ ശക്തമായിട്ട് പറഞ്ഞ്
ഒരു എതിർപ്പുമില്ല, ഇഷ്ടക്കുറവുമില്ല, ഒരു സമുദായത്തോട് ഇഷ്ടക്കുറവില്ല. ഇന്ത്യ മഹാരാജ്യം നമ്മുടെ മാതൃരാജ്യമാണെന്ന് തന്നെയാണ് നമ്മൾ വിശ്വാസം. ഒരു കളങ്കവും ഇല്ല. പക്ഷേ എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്ന് കാര്യത്തിൽ കുഴപ്പമില്ല. രാഷ്ട്ര പുരോഗതിയാണ് നമ്മുടെ ലക്ഷ്യമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ആക്ഷേപം കാണിക്കരുത്. ബുദ്ധിയുള്ള ബുദ്ധിയില്ലാത്തവരെ പറ്റിക്കുന്ന പോലെ ബുദ്ധിപൂർവ്വം കാണിച്ച് നിങ്ങൾ ആ സവർണ മേധാവിത്വത്തിന് വേണ്ടി സിനിമ എഴുതരുത്, ചിത്രം പിടിക്കരുത് എന്ന് ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് കൊടുത്തു. ഇപ്പം അങ്ങനെ ഇല്ല, അങ്ങനെ കാര്യമായിട്ടില്ല. ഇപ്പോൾ സിനിമയിൽ പണ്ടൊരു 2020 വരെയും 2020 വർഷക്കാലം സിനിമ എടുത്ത് നോക്ക്. ഒക്കെ ഭൂ ഉടമകൾക്ക് വേണ്ടി എഴുതിയാണ്. നരസിംഹം മറ്റേ മറിച്ചാണെങ്കിൽ എല്ലാം ഒരു സമുദായത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക. അത് വേണ്ട. അപ്പം അതുപോലെയാണ് നമ്മൾ കോൺഗ്രസിനെ വർഷങ്ങളും കോൺഗ്രസ് അവസാനം വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. ഇതെല്ലാം വച്ച് നോക്കുമ്പോൾ അമേരിക്ക യുദ്ധത്തിൽ അമേരിക്ക നഷ്ടപ്പെടുത്തിയെന്ന് തോന്നില്ല. അവർ കോടാനുകൂടി രൂപ, ഞാൻ വീണ്ടും ഒരിക്കലും പറയാണ്, മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷവും ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. അതിൻ്റെ ബില്യൺ കണക്കിന് സമ്പാദ്യം ഈ ഗൾഫ് നാടിൽ നിന്ന് അമേരിക്ക കൊണ്ടുപോകുന്നുണ്ട്, ചുങ്കം പോലെ അല്ലെങ്കിൽ നികുതിയായിട്ട്, അതിന് ചിലവായിട്ട്. എന്നിട്ട് നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും കൂട്ടത്തിൽ ഇറാനും കൂടി ചേർന്ന് ഗൾഫ് രാജ്യങ്ങൾ തകർക്കാൻ വേണ്ടിയാണോ എന്നൊരു സംശയം ആരും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.